ഹായ്, വളരെ പെട്ടെന്ന് നല്ല രുചികരവുമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഈസി ദോശയുടെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒരു ചെറിയ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം അളവിലുള്ള ഒരു ചുരക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ലൗക്കി എന്ന് പറയുന്ന അതേ സംഭവം. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു കുരുവും ആ ഒരു ചെറിയ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കളയുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതുപോലെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മിക്സിയിൽ നമ്മൾ ജസ്റ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട, നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ല കേട്ടോ. നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 കപ്പ് 250 ml 1 കപ്പ് അളവിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഏതിലാണോ മെഷർ ചെയ്യുന്നത് അതേപോലെ തന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എത്രത്തോളം ആണോ നമുക്ക് ലൗക്കിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അളവിന് 1/4 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മളിത് മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക്, അതും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1ഓ 2ഓ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 2 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ ഒരു കൈപ്പിടി സവാള ഒന്ന് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 3ഓ 4ഓ വറ്റൽ മുളകും കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളിയില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2ഓ 3ഓ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശയുടെ മാവെല്ലാം ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകിയിരിക്കും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇത് നല്ല ലൂസാക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ റവ ദോശയൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ലൂസായിട്ട് വേണം ഈ മാവും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ തവി മുകളിൽ നിന്ന് നല്ല ചുറ്റിച്ച് നമ്മൾ പാനിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒട്ടും തന്നെ കനവില്ലാതെ നല്ല മുരിഞ്ഞിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ദോശ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കുള്ള ആ ഹോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ കൂടെ ചേർത്തിട്ട് ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നോക്കിയാൽ നല്ല ഫൈനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യവും ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാനിൻ്റെ ചൂടൊന്ന് കറക്റ്റ് ചെയ്യണം. ഒരല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ 2 ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് ചമ്മന്തിയായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.